ഒരു സഹാബി മുടി നീട്ടി വളർത്തി. ഇത് അർസലത് വസലത് ഇലൽ അർള്. അത് അഴിച്ചിട്ടാൽ നിലത്ത് മുട്ടുന്ന അത്രയും വലിയ മുടി. നമ്മളൊക്കെ ഇപ്പൊ അത്ര വലിയ മുടിയൊന്നും വളർത്തിയിട്ടില്ലല്ലോ. അഴിച്ചിട്ട നിലത്ത് മുട്ടുന്ന മുടി നമുക്കുണ്ടോ? ഇല്ല. ഏതെങ്കിലും സിനിമാ താരങ്ങൾ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാത്തത് കൊണ്ടാണ്. മുടി അഴിച്ചിട്ടാൽ മുട്ടുന്ന മുടി. ആളുകൾ ചോദിച്ചു, മകനെ, സഹോദര, ഇങ്ങനെ മുടി നീട്ടി വളർത്താൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുവാദമില്ല. ഇത് ഹബീബിന്റെ സമ്മതമില്ലാത്തതാണ്. ഇങ്ങനെ സ്ത്രീകളല്ലേ മുടി വളർത്തുക എന്ന് ചോദിച്ചപ്പോൾ അവരെന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ ഈ മുടി വെട്ടൂല്ല, ഞാൻ ഈ മുടി വെട്ടില്ല. എന്തേ നിങ്ങൾ വെട്ടാതെ? ഇതിങ്ങനെ തലയിൽ എന്തിനാ കെട്ടിവെച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞ മറുപടി, വഖദ് മസ്സ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, പുണ്യനബിയുടെ തിരുകരം കൊണ്ട് എന്നെ തൊട്ടിട്ടുണ്ട്. എന്റെ തലമുടിയിൽ പുണ്യനബി തൊട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകര സ്പർശ സായുജ്യം അറിഞ്ഞ മുടി മുറിച്ചു കളയുന്നത്, എന്നിൽ നിന്ന് പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ മുടി മുറിക്കില്ലെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. മുഅ്മിനീങ്ങളെ, ചിലപ്പോഴൊക്കെ അതിരുകൾ ഭേദിച്ചിട്ട് പോലും സഹാബത്ത് നബിയെ പ്രണയിച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഒരു അതിരൊക്കെ ഉണ്ടല്ലോ, അതിരൊക്കെ പൊട്ടിച്ചിട്ടും സ്നേഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുടി വളർത്താൻ പാടില്ലല്ലോ. ഒരു സഹാബി വര്യൻ ഈത്തപ്പനക്ക് നനക്കുകയാ. മകൻ വന്നു പറഞ്ഞു, വാപ്പാ, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി കേട്ടോ. നമ്മളാണെങ്കിൽ എന്ത് എപ്പോഴാ മയ്യത്തെടുക്കുക എന്നാവും നമ്മൾ ചോദിക്കുക. നമ്മൾ ആര് മരിച്ചാലും എപ്പോഴാ മയ്യത്തെടുക്കുക? അതാണ്. ആ സഹാബി വര്യൻ ചോദിച്ചു, എന്താ നീ പറഞ്ഞ്? തുവഫിയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽആൻ, റസൂലുള്ളാഹി മരിച്ചിട്ടുണ്ട്. ആ സഹാബി വര്യൻ തന്റെ കയ്യിലെ പാത്രമതാ ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ടൊരു ദുആ, അല്ലാഹുമ്മ അദ്ഹിബ് ബസരീ, എന്റെ കണ്ണിന്റെ കാഴ്ച കളയ് അല്ലാ, കണ്ണിന്റെ കാഴ്ച കളയല്ലാ. തന്റെ മുഖമങ്ങ് തടവി, കണ്ണിന്റെ കാഴ്ച അങ്ങ് പോയി. ആ നിമിഷം കണ്ണിന്റെ കാഴ്ച പോയി. നിങ്ങ പറ, ഹറാമല്ലേ, തെറ്റല്ലേ? അങ്ങനെ ദുആ ചെയ്യാൻ പാടുവോ? ഞാൻ മരിച്ചു പോട്ടെ എന്ന് ദ്വാരക്കൽ ഹറാമാണ്. എന്റെ തലയൊന്ന് തെറിക്കട്ടെ എന്ന് ഞങ്ങളുടെ ചാവക്കാടൊക്കെ ചില ഉമ്മാര് മക്കളുടെ വികൃതി കണ്ട് ദേഷ്യപ്പെട്ടാ പറയും. പണ്ടാറുണ്ടെങ്കിൽ ഒന്ന് മരിച്ചു പോയെന്നായിരുന്നു. പറയാൻ പാടില്ല, ഹറാമാണ്. എന്റെ തലയൊന്ന് തെറിച്ചു പോയാൽ മതിയായിരുന്നു, പറയാൻ പാടില്ല, ഹറാമാണ്. നെഗറ്റീവായ പ്രയർ ഒന്നും ശരിയല്ല, നെഗറ്റീവായ പ്രാർത്ഥനയൊന്നും ശരിയല്ല, അത് തെറ്റാണ്. ഇത് തെറ്റായ പ്രാർത്ഥനയല്ലേ നടത്തിയത്? എന്നെ പോലെ ലോക്കൽ കൺട്രി ഫെലോ ആണോ ആ സഹാബി? അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് താരക തുല്യരാണ്. ഫബി അയ്ഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, ആരെ നിങ്ങൾ അനുധാവനം ചെയ്താലും പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലാണെന്ന് ത്വഹ റസൂലുള്ളാഹി. സവിശേഷമായ സ്ഥാനലബ്ധം ലഭിച്ച സ്വഹാബി പ്രാർത്ഥിച്ചു, എന്റെ കണ്ണു പൊട്ടിക്ക്. പ്രണയത്തിന് ഫ്രെയിമില്ല എന്നാണ് ഞാൻ പറയുന്നത്. സ്നേഹത്തിന് അതിരുകളില്ല. ആ സഹാബി വര്യൻ കണ്ണുപൊട്ടിയപ്പോൾ തന്റെ മകനോട് പറഞ്ഞു, മകനെ, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ റസൂലുള്ളാഹിന്റെ ജനാസക്കരികിലേക്ക്? ആയിഷ ബീവിയുടെ വീട്ടില് മുത്തുനബി വെള്ള പുതച്ച് കിടക്കുകയാ. അതേ നിലാവല പോലെ തിളങ്ങുന്ന മുഖകമലവുമായി പരിശുദ്ധ നൂറേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസയ്ക്ക് മുന്നിലെത്തിയപ്പോ വാപ്പ പറഞ്ഞു, മകനോട് എന്റെ കൈയൊന്ന് റസൂലുള്ളാന്റെ നെറ്റിത്തടത്തിൽ വെച്ചതാ. നക്ഷത്ര കുഞ്ഞുങ്ങളെ പോലെ വിയർപ്പ് കണങ്ങൾ തുള്ളി തുളുമ്പി നിൽക്കുന്ന വിശാലമായ റസൂലുള്ളാന്റെ നെറ്റിത്തടത്തിൽ കണ്ണ് കാണാത്ത തന്റെ പിതാവിന്റെ കൈയങ്ങ് വെച്ചു കൊടുത്തു. അവിടെ ഇരുന്ന കൈയങ്ങ് വിറച്ചു. പിന്നെ നാസികയിലേക്ക് നീണ്ടു. പിന്നെ റോസാദളം പോലെ തൊടുത്ത അതരപുടങ്ങളുള്ള റസൂലുള്ളാന്റെ ചെറുഞ്ചിപ്പഴം പോലെ തൊടുത്ത മനോഹരമായ ചുണ്ടുകളിൽ കൈ വെച്ചിട്ടൊന്ന് പതിയെ അമർത്തിയിട്ട് തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങേ ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല നബിയേ. അങ്ങില്ലാത്ത മദീന എനിക്ക് കാണേണ്ട നബിയേ. അതുകൊണ്ടാ കണ്ണുപൊട്ടാൻ ദുആ ചെയ്തതെന്ന് ആ സ്വഹാബി പറയുമ്പോ മദീനത്തുൽ മുനവ്വറ അതിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹത്തിന്റെ ഒരു ഭാവമാണ്. ചില ആളുകൾ മദീന കാണാൻ വേണ്ടി കൊതിച്ചു, ചില ആളുകൾ മദീനത്ത് പോയിട്ടുമില്ല. സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എത്രയെത്ര കവിതകളാണ് റസൂലുള്ളാഹിനെ കുറിച്ച് എഴുതിയത്. പക്ഷേ പോയിട്ടില്ല, മദീന കണ്ടിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? എത്രയെത്ര കവിതകളിലൂടെ റോയൽറ്റി കിട്ടിയ അതിസമ്പന്നത ഉണ്ടായിരുന്ന അയാള് പോകാഞ്ഞതെന്താ? അതും പ്രണയമാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ അംഗീകരിക്കുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, എനിക്കവിടെ പോകാൻ പറ്റത്തില്ല, എനിക്ക് എന്റെ ഹബീബിന്റെ നബി കിടക്കുന്ന മണ്ണിലൂടെ നടക്കാൻ പറ്റില്ല. ചില ആളുകൾ പോകാൻ വേണ്ടി കൊതിക്കുക, ആ കൂട്ടത്തിലാണ് നമ്മളൊക്കെ, അല്ലേ? അള്ളാഹു പോകാൻ തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു പോകാൻ തൗഫീക്ക് നൽകട്ടെ. ചില ആളുകൾ അവിടെ പോകാതെ തന്നെ മരിപ്പിക്കല്ലേ എന്ന് ദ്വാരക്കുന്നു. ചില ആളുകൾ എനിക്കവിടെ പോകണ്ട എന്നാ പറയുന്നത്. സ്നേഹത്തിന്റെ ചില തലങ്ങളാണ്, നമ്മൾ അതിനെ കുറിച്ച് ആഴത്ത് പഠിക്കണം. എന്തുകൊണ്ടാ ബിലാൽ പുണ്യനബിയുടെ വഫാത്ത് കഴിഞ്ഞപ്പോ, ഇല്ല മദീന നീ എന്റെ പ്രണയ നഗരിയാണ്, പക്ഷേ എന്റെ ഹബീബില്ലാത്ത മദീന നിന്നെ കാണാൻ എനിക്കിപ്പോ ഭംഗി തോന്നുന്നില്ല, ഞാൻ പോവുകയാണ്, കൂഫയിലേക്ക് നാട് വിട്ടു മഹാനായ ബിലാൽ ഇബ്നു റബാഹ. എന്താ കാരണം? ഹുബ്ബാണ്. എന്നാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മദീന വിട്ടു പോകില്ല. ഒരഭിപ്രായ പ്രകാരം ഇമാം മാലിക് ഹജ്ജിന് പോലും പോയിട്ടില്ല. ഇനി പോയെങ്കിൽ നമുക്ക് തിരുത്താം, എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ എടുത്തു പറയാം. ഹജ്ജിന് പോലും പോയിട്ടില്ല. കാരണം അവരെന്ന് പറഞ്ഞത്, മദീനയുടെ അതിർത്തി വിട്ടാൽ ഞാൻ മരിക്കുമോ എന്നെനിക്ക് ഭയമുണ്ട്, എനിക്ക് മരിക്കണം, എന്റെ ഹബീബിന്റെ നാട്ടിൽ മദീനയിൽ എനിക്ക് മരിക്കണം. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നുണ്ട്. ഇതൊക്കെ പ്രണയത്തിന്റെ വിവിധ തലങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി പള്ളിയിൽ ഇരിക്കുകയാണ്, സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. അബൂ ദുജാന എന്ന് പറയുന്ന സ്വഹാബി ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോയി. ദ്വാരക്കാനിരുന്നില്ല. 2-3 ദിവസം പുണ്യനബി ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. അബൂ ദുജാന ദ്വാരക്കണില്ല. നമ്മുടെ നാട്ടിൽ എഴുന്നേറ്റ് പോകുന്ന പോലെയല്ല. ഇതിലേക്ക് വരാം. അപ്പോ അബൂ ദുജാന 4-ാമത്തെ ദിവസം വന്നപ്പോ മുത്തുനബി ചോദിച്ചു, നിനക്കൊന്നും അള്ളാഹിനോട് പ്രാർത്ഥിക്കാനില്ലേ, എന്താണ് എഴുന്നേറ്റ് പോകുന്നേ? ആ സഹാബി പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് നബിയെ നിങ്ങളോട് പറയാ, എനിക്ക് ഭയങ്കര നാണക്കേടുണ്ട്, എങ്ങനെ പറയാ, പറ മോനെ. മുത്തുനബിയെ, വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്, വലിയ ദാരിദ്ര്യമാണ്, എൻ്റെ മക്കൾക്ക് പലപ്പോഴും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല നബിയെ, രാത്രി പലപ്പോഴും അത്താഴ പട്ടിണിയാണ് നബിയെ, അതിനെന്തിനാണ് നീ എഴുന്നേറ്റ് പോകണം, അള്ളാഹിനോട് പറഞ്ഞ പോരെ. ഹബീബേ, ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ്, ഇശ്റാഖ് നിസ്കാരം കഴിഞ്ഞ്, ഔറാദ് കഴിഞ്ഞ് അങ്ങയോട് സലാം ചൊല്ലി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ദിവസം കണ്ട കാഴ്ച നന്നായി കേൾക്കണട്ട. എന്റെ മക്കൾ മുറ്റത്ത് ഇറങ്ങി പഴമെടുത്ത് കഴിക്കുകയാണ്, ഈത്തപ്പഴം. ആ പഴത്തിന്റെ മരം അപ്പുറത്തെ പറമ്പിൽ നിന്ന് എന്റെ പറമ്പിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പനയാണ് നബിയേ.
അന്യാളുടെ ഹക്കാണ്, അവരതെടുത്ത് കഴിക്കുകയാണ്. ഞാൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കളെ ഹക്കാണ്, തൊട്ടുപോകരുത്, കഴിച്ചു പോകരുത്. എന്റെ മൂത്ത മകൻ താഴേക്കിട്ടു. ചെറിയ കുട്ടി കഴിച്ചു നബിയെ. ഞാൻ അവന്റെ വായിലേക്ക് എന്റെ വിരൽ കയറ്റി വായിൽ നിന്ന് ഈത്തപ്പഴം വലിച്ചു പുറത്തേക്കിട്ടു നബിയെ. എന്റെ മക്കൾ പറഞ്ഞു, ഉപ്പിച്ച ഇന്നലെ രാത്രി പോലും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്നറിയില്ലേ, ഒരു പഴം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മനസ്സ് വേദനിച്ചു നബിയെ. പക്ഷേ എന്റെ മനസ്സ് വേദനിച്ചാലും എന്റെ മക്കൾ ഹറാമകത്താക്കരുത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പോവാൻ, സലാം വീട്ടിയ ഓടുകയാണ് വീട്ടിലേക്ക്. മക്കൾ ഉണരുന്നതിന്റെ മുമ്പേ ഈ പഴം പെറുക്കിയെടുത്ത് അപ്പുറത്തേക്ക് പറമ്പിലേക്ക് ഇടാൻ ഞാൻ ഓടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് കിടുങ്ങിപ്പോയി. ദാരിദ്ര്യത്തിന്റെ മാരകമായ പ്രഹര ഭീതി കണ്ടിട്ട് ഹബീബിമാരെ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ പണക്കാരനോട് വരാൻ പറ, പണക്കാരനോട് വരാൻ പറ, ആ തോട്ടത്തിന്റെ ഉടമസ്ഥനോട് വരാൻ പറ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അയാൾ വന്നപ്പോ പുന്നാര നബി പറഞ്ഞു, സഹോദരാ, നിന്റെ വീട്ടിൽ നിന്നൊരു പന അബൂ ദുജാനയുടെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ. അബൂ ദുജാന പാവപ്പെട്ടവനാണെന്ന് നിനക്കറിയില്ലേ മോനെ? അറിയാ നബിയേ. എന്നാൽ ആ നിന്റെ പനയുണ്ടല്ലോ, അബൂ ദുജാനയുടെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന പന, അത് അബൂ ദുജാനക്ക് കൊടുക്കുമോ? പകരം ഞാൻ നിനക്ക് നാളെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു പന നിനക്ക് ഓഫർ ചെയ്യുകയാണ്. നിനക്ക് ഞാൻ തരാം, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഈത്തപ്പന മരം തരാം എന്ന് പറഞ്ഞാൽ നീ സ്വർഗത്ത് പോകുന്നാണ്. നമ്മളോടാണെങ്കിലോ നമ്മൾ എന്താ പറയാ? പറ ഹബീബിങ്ങളെ, ഈ പോഡിയത്തിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ റസൂൽ വന്ന് സംസാരിക്കാന്ന് കരുത്, എന്നെ മാറ്റി നിർത്ത്. ഹബീബ് പറയാൻ, നിങ്ങൾ ഒരു തെങ്ങ് എനിക്ക് തരികയാണെങ്കിൽ, അണ്ട ഈ പരിപാടിക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ ഒരു തെങ്ങ് തരാന്ന് റസൂലുള്ള പറഞ്ഞ നമ്മൾ എന്താണ് പ്രതികരിക്കുക? ചോദ്യം 1. പറ, കൊടുക്കോ? മൗനം. ഹബീബന്മാരെ അയാൾ പറഞ്ഞു, തരില്ല നബിയേ, അതിൽ ധാരാളം ഈത്തപ്പഴം ഉണ്ട് നബിയേ. ഹബീബായ പ്രവാചകൻ പറഞ്ഞു, പൊയ്ക്കോളൂ സഹോദരാ, പൊയ്ക്കോളൂ, സ്വർഗം തരാമെന്ന ഓഫർ തന്നിട്ട് പോലും മുത്തുനബിയുടെ വാക്കിനെ അനുസരിക്കാതെ എന്നാ പ്രവാചകന്റെ പള്ളിയിൽ നിസ്കരിച്ചയാള് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോഴാണ് അബൂ ദഹദാ റളിയല്ലാഹു അൻഹു ഓടി വന്നു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ഇപ്പൊ നിങ്ങൾ ഒരു ഓഫർ ഇട്ടില്ലേ, സ്വർഗത്തിലെ പനയുടെ ഓഫർ, അതിപ്പോ ലൈവാണോ നബിയേ? ഇപ്പോഴുണ്ടോ ഓഫർ? നഅം, ഇപ്പോഴുണ്ട്. നമ്മളിപ്പോ ഒരു ഓഫർ വരികയാണ്, മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്, ട്രായുടെ മെസ്സേജ്. എന്താ? ഇന്ന് 11 മണിക്ക് മുമ്പ്, ഇപ്പൊ 10:20 11 മണിക്ക് ഞാൻ നൃത്തം ചെയ്യും. 11 മണിക്ക് മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്താൽ 1 കൊല്ലത്തിന് നിങ്ങളുടെ മൊബൈലിൽ കോൾ ചാർജും നെറ്റും ഫ്രീ ആണ് എന്നൊരു ഓഫർ വന്നാല് ഞാൻ ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടാവുക? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവന്തിച്ച. ആദ്യം ഞാൻ പ്രസംഗം നിർത്തി പോകും, കാരണം 1 കൊല്ലാണ് ഓഫർ, 1 കൊല്ലം നെറ്റ് ഫ്രീയാ, ചാടി വീഴില്ലേ? ഇവിടെ സ്വർഗത്തിന്റെ ഓഫറാ, സ്വർഗം. അബൂ ദഹദാ പറഞ്ഞു, ഇപ്പോഴും ഓഫർ ലൈവാണോ? പുന്നാര നബി നാമെന്ന് പറഞ്ഞപ്പോ അബൂ ദഹദാ അബൂ ദുജാനയല്ല, ആ പണക്കാരനല്ല, ഇത് വേറെ ഒരു സഹാബിയാണ് അബൂ ദഹദാ. അദ്ദേഹം ഇതാ ഓടി ആ പണക്കാരന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, സഹോദരാ, നിങ്ങൾ റസൂലുള്ള നിങ്ങളോടൊരു പന ചോദിച്ചു അബൂ ദഹദാ, നിങ്ങൾ കൊടുത്തോ? ഇല്ല അബൂ ദഹദാ. എങ്കിൽ ഞാൻ ആ പന വാങ്ങാമെന്നയാളാ, പൈസ തന്ന് വാങ്ങാമെന്നയാളാ, എന്തു വേണമെങ്കിലും തരാൻ വേണ്ടി വന്നയാളാ. അയാൾ ചോദിച്ചു, എന്തു തരും അബൂ ദഹദാ?
കണ്ടോ, സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മനുഷ്യൻ ദുനിയാവ് തരാമെന്ന് പറഞ്ഞപ്പോ ആഹ്ലാദം കാണിച്ചപ്പോ അബൂദഹദ പറഞ്ഞു, സഹോദരാ, ഞാൻ എന്റെ തോട്ടമില്ലേ, മദീനയിലെ തോട്ടം, അതും മൊത്തമായി നിങ്ങൾക്ക് തരാം. ആ ഒരൊറ്റപ്പന എനിക്ക് വേണം. സഹോദരാ, സാദുലി പള്ളി മഹല്ലിലെ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഈ അബൂദഹദയുടെ തോട്ടം ഏതാണെന്നറിയോ? മദീനത്തെ മസ്ജിദുൻ നബവിയുടെ കുറച്ചടുത്തുള്ള 100 കണക്കിന് മനോഹരമായ ഈത്തപ്പഴത്തോട്ടം, പനകളുള്ള തോട്ടം. സായാഹ്നങ്ങളിൽ സഹാബി വര്യന്മാർ അവിടെ ഇരുന്നിട്ടാണ് വർത്തമാനം പറയാറുള്ളത്. ആരും മോഹിച്ചു പോകുന്ന തോട്ടം. ആ തോട്ടമാ മൊത്തമായി ഒരൊറ്റ പനക്ക് വേണ്ടി കൊടുത്തു. ആ പന കച്ചവടം ചെയ്തു. അബൂദഹദ ഓടി. എങ്ങോട്ട്? അബൂദുജാന എന്ന പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, അബൂദുജാന, നിന്റെ അയൽപക്കത്ത് നിന്ന് നിന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന പനയില്ലേ, ആ പണക്കാരന്റെ പന, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ മിൽക്കിലാണ്, അധികാരത്തിലാണ്. ഇതാ നിങ്ങൾക്ക് ഞാനത് ഹദിയ നൽകുന്നു. ഇനി നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് പോകണ്ട. അപ്പുറത്തെ പറമ്പിലാണെങ്കിലും പന നിങ്ങളുടെ ഉടമസ്ഥതയിലാണ്. ഇതും പറഞ്ഞ അബൂദഹദ ഓടി ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് സുസ്മേധരവദനായി മദീനത്തെ പള്ളിയിൽ കാത്തിരിക്കുകയാ. അബൂദഹദ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനാ പന വാങ്ങി നബിയേ. പന അബൂദുജാനക്ക് കൊടുത്തു റസൂലേ. നിങ്ങൾ ആവശ്യപ്പെട്ട, നിങ്ങൾ ചോദിച്ച ആ പന ഞാൻ വാങ്ങിക്കൊടുത്തു നബിയെ. സ്വർഗത്തിലെ പനയില്ലേ, അങ്ങ് ഓഫർ ചെയ്ത ജന്നാത്തുൽ ഫിർദൗസിലെ ഓഫർ ഇപ്പോൾ എന്റേതല്ലേ നബിയേ. വലം യറുദ്ദഹു നബിയ്യു സല്ലല്ലാഹു. അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞില്ല. പുന്നാര നബി മിണ്ടിയില്ല. അബൂദഹദ വീണ്ടും വിളിച്ചു പറഞ്ഞു, നബിയേ, ഞാനാ പന വാങ്ങി റസൂലേ, അബൂദുജാനക്ക് കൊടുത്തു നബിയേ. സ്വർഗത്തിലെ പന എന്റേതല്ലേ നബിയേ. പുന്നാര റസൂലുള്ള മിണ്ടിയില്ല. അബൂദഹദക്ക് മനസ്സിലായി തന്റെ കച്ചവടം റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓഫർ നഷ്ടപ്പെട്ടു. കരഞ്ഞുപോയി അബൂദഹദ. പുന്നാര നബിയോട് ഗദ്ഗദകണ്ഠനായി വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പന പ്രതീക്ഷിച്ചിട്ടാ ഞാനത് കൊടുത്തത് നബിയേ. ദുനിയാവിലെ തോട്ടം പോയതിൽ എനിക്ക് സങ്കടമില്ല നബിയേ. പക്ഷേ സ്വർഗത്തിലെ പന പോയതിൽ സങ്കടമുണ്ട്. ആ നിമിഷം പുന്നാര നബി അങ്ങ് ചിരിച്ചു. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ പുണ്യ നബിയുടെ മുഖത്തൊരു പുഞ്ചിരി പൂത്തിറങ്ങി. ഹബീബ് ചിരിച്ചിട്ട് പറഞ്ഞു, അബൂദഹദ, എന്റെ അടുത്ത് ജിബ്രീൽ ഇപ്പോ വന്നു. ജിബ്രീൽ പറഞ്ഞു, നിങ്ങളുടെ കച്ചവടം കണ്ട ആകാശ ലോകത്ത് മാലാകമാർ സന്തോഷത്തിലാണ്. അള്ളാഹുവിന് പെരുത്തിഷ്ടമായി നിങ്ങളുടെ കച്ചവടം. റസൂലേ, അപ്പൊ സ്വർഗത്തിലെ പന എനിക്കാണോ? അബൂദഹദ, ഞാൻ നിങ്ങളോട് ഓഫർ ചെയ്തത് സ്വർഗത്തിലെ പനയല്ലേ? അതില്ല. പകരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഒരു താഴ്വാരം മൊത്തം ഈ തപ്പനയുടെ തോട്ടം അങ്ങേക്കുണ്ട് അബൂദഹദ. ഖാല റസൂലുള്ളാഹി. ഹബീബന്മാരെ, അബൂദഹദയുടെ സന്തോഷത്തെ ഏതു വാക്കിലാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു തരിക? ഒരു പനക്ക് പകരം ഒരു താഴ്വാരം മുഴുവൻ സ്വർഗത്തിൽ ഈത്തപ്പന തോട്ടമുള്ള ഒരൊറ്റ സഹാബിയേയുള്ളൂ. അത് മഹാനായ അബൂദഹദ റളിയല്ലാഹു അൻഹു ആണ്.
റിസർവ്ഡ് ആയ സ്ഥലമുള്ള ആൾ.